ഹലോ, രേണുക ഉണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ ദിവസം, അതായത് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാനും ഏട്ടനും പോയിട്ട് ഇന്നൊരു ദിവസം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ പുറത്തൊക്കെ പോയിട്ടേ. സുഖമില്ലാണ്ടായതിന് ശേഷം എന്നെ വെഡ്ഡിങ് കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങണം, എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വാങ്ങണം, പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, വിളക്ക് വാങ്ങണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി മാർക്കറ്റാണ് ഇത്. ഞാൻ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളോട്ടോ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇതിപ്പോൾ കയറി വരുന്നിടത്തുള്ള ആ ഒരു തിരക്കാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ എൻ്റെ കണ്ണൻ്റെ അമ്പലമൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞി കണ്ണൻ്റെ അമ്പലമുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനങ്ങനെ പോയിട്ട് കാണിക്കാം കേട്ടോ. കാണാൻ പറ്റിയാൽ ഭാഗ്യം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളീൻ്റെ തിരക്കാണ്. ചെറിയ ഉള്ളിക്കൊക്കെ കുറച്ച് വില കുറവുണ്ട്. പിന്നെ നേന്ത്രപ്പഴം, അങ്ങനത്തെ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പച്ചക്കറികൾ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഏട്ടനോട് ചോദിക്കുക, ഇത് എന്തിനാ ഏട്ടാ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കണതെന്ന്. അപ്പോൾ എന്നോട് പറയുക, അത് ചൂടിന് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചൂടിന് വേണ്ടിയിട്ട് മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് എൻ്റെ കണ്ണൻ്റെത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങ് ഒത്തിരി നീങ്ങിപ്പോയി കേട്ടോ. തൊട്ട് ഇവിടെയാണ് എൻ്റെ കണ്ണൻ്റെ അമ്പലം, കുഞ്ഞി അമ്പലമാണത്. അങ്ങനെ ഞാൻ അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് വരാറ് കേട്ടോ കണ്ണനെ കാണാൻ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ വേറെ പിള്ളേർക്കോവിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിള്ളേർക്കോവിലിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പിള്ളേർക്കോവിൽ. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഇതുവരെ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ എനിക്കൊരു പേടിയാണ്. പെട്ടെന്ന് അവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞാലോ എന്നുള്ള പേടിയാണ്. ഒരുപാട് ആൾക്കാർ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി ഒരു പേടി. പക്ഷെ ഇന്ന് തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ആരും ഒന്നും പറയുന്നുമില്ല. അപ്പോൾ സുഖമായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരപ്പനെ കാണിച്ചു തരാം. ഞങ്ങളധികം ഓടി വന്ന് പെട്ടെന്ന് ടൗണിലേക്ക് ഓടി വന്നാൽ വരുന്ന അമ്പലമാണ് ഈ പിള്ളേരപ്പനെ. ഒരു നല്ലൊരു കുഞ്ഞൊരു പിള്ളേരപ്പനാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പിള്ളേരപ്പൻ. അപ്പോൾ അതവിടെ പൂജാരി ഇരിക്കുന്നുണ്ട്. പൂവെറുത്ത് കൊണ്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തിരക്കില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ പരീക്ഷാ സമയം ആയതുകൊണ്ട് കുട്ടികളെയും കൂട്ടിയിട്ടൊന്നും ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല അമ്പലത്തിൽ. പിന്നെ അത് നാഗത്തിൻ്റെയാണ്. ഹനുമാനും ഉണ്ട് ഇവിടെ. നാഗത്തിൻ്റെയാണ് കേട്ടോ. ഇവിടെ വെറ്റിലമാലയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ തൊഴുത് സാധാരണ 2 or 3 പ്രാവശ്യമൊക്കെ പ്രദക്ഷിണം വയ്ക്കും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും കൂടിയിട്ടായിട്ട് ഒറ്റൊരു പ്രദക്ഷിണേ വയ്ക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുന്നിടത്തായിട്ട് ഇവിടെ നെയ്വിളക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വിഘ്നേശ്വരന് നെയ്വിളക്ക് നല്ല പ്രധാനമാണ്. അത് 21 ദിവസം വയ്ക്കണമെങ്കിൽ അങ്ങനെ വിളക്ക് വയ്ക്കാം. അപ്പോൾ പൂജാരി പൂവൊക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ നവഗ്രഹങ്ങളെ ഒരു പ്രദക്ഷിണം വയ്ക്കുകയാണ്. സാധാരണ 11 പ്രദക്ഷിണം വയ്ക്കണവർക്ക് 11 പ്രദക്ഷിണം വയ്ക്കാം, അല്ലെങ്കിൽ 21 പ്രദക്ഷിണം വയ്ക്കും കേട്ടോ. 11 ആണെങ്കിൽ 9 പ്രാവശ്യം അങ്ങോട്ടും 2 പ്രാവശ്യം ഇടത്തോട്ടും വലത്തോട്ടും അങ്ങനെയായിട്ടാണ് പ്രദക്ഷിണം വയ്ക്കുക. അപ്പം ഞങ്ങളുടെ നവഗ്രഹങ്ങൾക്കൊക്കെ നമ്മളെന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട്, നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യണമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഇവിടെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ചെയ്യുക. എള്ളുതിരിയാണ് ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നവഗ്രഹങ്ങളുടെ. ഇനി നമുക്ക് നേരെ ഇവിടെ നല്ല തൊഴുതിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ മുന്നോട്ട് പോയതാണ്. പിന്നെ അങ്ങനെ തിരിഞ്ഞു പോണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ബാക്കോട്ടേക്ക് തിരിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വിഘ്നേശ്വരനെ കണ്ടല്ലോ, എല്ലാവരും കണ്ട് തൊഴുതില്ലേ. ഇനി നമുക്ക് അപ്പോൾ ഏട്ടൻ അപ്പോഴത്തേക്കും തൊഴുതിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം തൊഴുതിന് ശേഷം നന്ദി ഭഗവാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെ വിഷ്ണു ഉണ്ട്, പിന്നെ മുരുകനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തൊഴാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മണിയടിക്കും. ഇപ്പോൾ മുരുകനുണ്ട്, വള്ളിദേവിയാനും മുരുകനും ഉണ്ട്, പിന്നെ വിഷ്ണു ഭഗവാന്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൊഴുത് പിന്നെ പിള്ളേരപ്പൻ്റെയും ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ഇവിടെ വിഷ്ണു നടുക്ക് വിഷ്ണുവാണ് ഇരിക്കുന്നത്. വിഷ്ണു രൂപത്തിൽ അവിടെ നിന്ന് പൊട്ടൊക്കെ തൊട്ട് കുറിയെല്ലാം വാങ്ങി, തീർത്തെല്ലാം വാങ്ങി ഇതെല്ലാം തൊഴുത് ഇവിടെയാണ് നമ്മുടെ വള്ളിദേവിയാനും മുരുകനും ഇരിക്കുന്നത്.
അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവിടെ തൊഴുതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഇങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇരിക്കും കുറച്ച് സമയം. ഇവിടെ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫോൺ അലൗഡ് അല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇന്ന് എന്തോ ഒരാഗ്രഹം, ഇവിടെയൊക്കെ ഇങ്ങനെ വരണം, വീഡിയോ എടുക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് പാത്രക്കടയിലേക്കാണ് പോയത്. പാത്രക്കടയിലും എനിക്ക് ഈ പറഞ്ഞ പോലത്തെ ഭയങ്കര ഇഷ്ടമാണ്. വിളക്കും കിണ്ടിയൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഇവിടെ അങ്ങനെ കുറേ നേരം നിന്ന് നോക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയില്ല, ഇത് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങാൻ വരുന്നൊരു കടയാണ് കേട്ടോ. ഇവിടെ നിലവിളക്കുകൾ, പലതരം നിലവിളക്കുകളും, ഉരുളി കണ്ടില്ലേ, ഉരുളി, പിന്നെ വലിയ ഉരുളി മുതൽ ചെറിയ ഉരുളി. ഇപ്പോൾ വിഷു ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഐറ്റംസൊക്കെ കൂടുതലാണ്. ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേയൊന്നും ഭഗവാന്റെ വിഗ്രഹമൊന്നും കുറേയൊന്നും വെച്ചിട്ടില്ല. കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വയ്ക്കുന്നേ ഉള്ളൂ. വെക്കുന്നതെല്ലാം വേവേം തീർന്നും പോട്ടെ. അപ്പോൾ ഒരു കുഞ്ഞി കണ്ണനെ ഞാൻ കണ്ടു, മയിൽപ്പീലിയായിട്ട് നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ വന്ന്, ഇതാണ് ഞങ്ങളുടെ പാത്രക്കട. സ്ഥിരമായിട്ട് ഞാൻ ഇവിടെയാണ് കേട്ടോ വരിക. സ്റ്റീലിൻ്റെ പാത്രം വാങ്ങാനും ഓടിൻ്റെ പാത്രം വാങ്ങാനും, എന്തും കുക്കറായാലും കുക്കറിൻ്റെ ഇവിടുത്തെ എന്ത് സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങാൻ വരിക. അപ്പോൾ എനിക്ക് ചില കടകളിൽ പോയി കഴിഞ്ഞാൽ, ഓരോ കടകളിൽ ഇപ്പോൾ പച്ചക്കറി ആണെങ്കിൽ ആ പച്ചക്കറി വാങ്ങുന്നത് ചില കടകളിൽ നിന്ന് മാത്രമേ വാങ്ങുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വാങ്ങുന്നത് കെടാവിളക്കാണ് വാങ്ങുന്നത്. എൻ്റെ അടുത്തുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഒരു കെടാവിളക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച്, എൻ്റെ കയ്യിലുള്ളതൊരു കുഞ്ഞിതാണ്. പക്ഷേങ്കിൽ ആ കുഞ്ഞിതായാലും കൂടിയിട്ട് അതിൽ ഇപ്പോൾ ഒരു പുലർച്ചയ്ക്ക് ഒരു 5 മണിക്ക് വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 8 മണിക്ക് ഒക്കെ വിളക്ക് അണഞ്ഞു പോവുള്ളൂ. പിന്നെ ഇത് കരിന്തിരി കത്തൂലല്ലോ, അതൊക്കെയാണ് ഈ കെടാവിളക്കിൻ്റെ ഒരു ഇതേട്ടോ. നമ്മൾ കരിന്തിരി കത്താൻ പാടില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വലുപ്പമുള്ളത് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കണം അവരോട് പറഞ്ഞിട്ട് എങ്ങനെയാണ് വേണ്ടത്. നല്ലോണം വലുപ്പമൊന്നും വേണ്ട, എന്നാലും ഒരു മീഡിയം വലുപ്പം വേണതിനും, അങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. വീട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലുപ്പത്തിൽ. അപ്പോൾ വീട്ടിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 മണിക്കൂറൊക്കെ 3, 4, 5 മണിക്കൂറൊക്കെ ഇരിക്കും. പക്ഷേങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കണതിനനുസരിച്ച് ഞാനൊരു 3 മണിക്കൂർ വിളക്ക് തെളിയുന്ന പോലെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാമി മുറിയിൽ വയ്ക്കണത് ഏകദേശം ഒരു കുറച്ച് സമയം അധികം ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. നിറയെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എത്ര സമയം ഇരിക്കുന്നു ഈ സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് കരിന്തിരി കത്താത്തതുകൊണ്ട് എനിക്കൊരു സമാധാനം. നമ്മൾ പെട്ടെന്ന് വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് വിട്ടു പോവും ഞാൻ. അപ്പോൾ എനിക്ക് കരിന്തിരി അറിയാതെ കത്തിപ്പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു മനസ്സിനൊരു പ്രയാസം. അങ്ങനെ ഞാനിങ്ങനെ വാങ്ങേണ്ട ഇതൊക്കെ നോക്കി അങ്ങനെ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇഷ്ടപ്പെടണ്ടേ നമുക്ക് ഓരോന്ന്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, നീ നോക്കിയിട്ട് പെട്ടെന്ന് വേഗം എടുക്കാൻ നോക്കുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് താമസം പിടിക്കും. പൊതുവേ ഇങ്ങനെ എന്ത് വാങ്ങാൻ വന്നാലും നമുക്ക് ഇത്തിരി താമസം പിടിക്കും, നമ്മൾ പെണ്ണുങ്ങളല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് പുരണ്ട് നോക്കി ലാസ്റ്റ് ഏകദേശം ഒന്ന് റെഡിയായി. അപ്പം നമ്മളത് വാങ്ങിയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞു കോപ്പകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കുഞ്ഞു കോപ്പകളൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. ഭഗവാന് നേദിക്കാനുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങും. അപ്പോൾ ലാസ്റ്റ് ഇതാണ് കണ്ടത് കേട്ടോ. അത് എനിക്കിഷ്ടമായിട്ടുണ്ട്. അതധികം നല്ല ഹൈറ്റും ഇല്ല, എന്നാൽ അധികം പരന്നതുമല്ല. എന്നാലും സാധാരണ നമുക്ക് വിളക്കിലാവുമ്പോൾ പരന്നതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, കുറച്ച് കുഴി വേണം. പക്ഷേ കെടാവിളക്കാവുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വാങ്ങി കുഞ്ഞു പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, കുഞ്ഞു ഗ്ലാസ്സുകൾ, നമുക്ക് കിട്ടാത്ത സാധനങ്ങളുണ്ടാവില്ലേ ചില നമുക്ക് വെറൈറ്റി ഐറ്റംസുകൾ. നമ്മളെവിടെ എന്താ പറയുക, നമ്മൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് എവിടെയും കിട്ടില്ല എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഈ കടയിലുണ്ടാവും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഫേമസ് കടയാണ്. നമ്മൾ എത്ര ചെറിയതായ പാത്രങ്ങൾ, നല്ല ഭംഗിയുള്ള എത്ര ചെറിയ പാത്രങ്ങളായാലും കുട്ടി ചെറിയ ഉരുളി അടക്കം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഭഗവാന് ചെറിയൊരു കല്ലുകെട്ടൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞുരുളി എല്ലാം ഉണ്ട്. ഇടികല്ല്, മരത്തിൻ്റെ ഇടികല്ലും ഉണ്ട്, കല്ലിൻ്റെ ഇടികല്ലും ഉണ്ട്. പിന്നെ ചെറിയ നല്ല ഓടിൻ്റെ വിഗ്രഹങ്ങളുണ്ട്.
അങ്ങനെയൊക്കെ ഇതായിട്ട് അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ പിന്നെ നട്ട്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടെ വന്ന് നട്ട്സ് നോക്കുമ്പോൾ സാധാരണ ഞാൻ വാങ്ങുന്ന ഒരു കടയിലുണ്ട്, അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് വാങ്ങാറ്. പക്ഷേ അവിടെ നിന്ന് വാങ്ങാണ്ട് ഇങ്ങനെ ഒരു കടയിൽ പോയിട്ട് അവിടെ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് തൃപ്തിയേ കിട്ടിയിട്ടില്ല. 100 ബദാമിന് 130 രൂപയോ മറ്റോ പറഞ്ഞു. സാധാരണ ഞാൻ വാങ്ങാറുള്ളത് 100 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ പോകണ്ടെന്നും പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഇരുട്ടായി. ഇത് ഫുൾ ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഫുൾ ഫ്രൂട്ട്സ് കടയാണ്. ഫ്രൂട്ട്സുകൾ പിന്നെ എന്താ പറയുക, ഈ പപ്പായ, പഴുത്ത പപ്പക്കായൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗം ഫുള്ളും. പിന്നെ ചെറിയ ചെറിയ ജ്വല്ലറികൾ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് സകല കടകളും അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് കടയുടെ അരുവത്ത് കൂടെ ഇങ്ങനെ ഞങ്ങൾ പോയിട്ട് വീണ്ടും ഞങ്ങൾ പോണത് എൻ്റെ സ്ഥിരമായിട്ട് ഞാൻ വാങ്ങുന്ന ഇതാണ്. സ്ഥിരമായിട്ട് വാങ്ങുന്ന ഈ നട്ട്സുകളൊക്കെ വാങ്ങുന്നത്. അതായത് ഇവിടെ മരുന്ന് കടയാണ് കേട്ടോ അത്. ആയുർവേദ മരുന്നുകൾ, പിന്നെ എന്താ പറയുക, കുടംപുളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇങ്ങനെ മരുന്ന് ഐറ്റംസ്, അതായത് പ്രസവ മരുന്നുകളൊക്കെ വാങ്ങൂലേ, അങ്ങനെയുള്ള സ്ഥലമാണിത്. ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു കടയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് അധികവും സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങാറ്. പിന്നെ അങ്ങനെ പോയി. അപ്പോൾ മക്കൾ പറഞ്ഞു അമ്മേ സീതാപ്പാനിന്ന് ചിക്കൻ റോള് വേണം, ചിക്കൻ റോളല്ല ഷവർമ്മ വേണം, ചിക്കൻ ഷവർമ്മ, പിന്നെന്താന്ന് പ്ലേറ്റിൽ ഷവർമ്മ, അങ്ങനെ എന്തെല്ലോ മക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാനാവില്ലല്ലോ. എനിക്കിങ്ങനെയുള്ള കടകളിൽ പോകാൻ തന്നെ ഭയങ്കര മടിയാട്ടോ. അന്ന് നോമ്പ് തന്നെ പോയത് ഞാൻ അവരുടെ കൂടെ അങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ കാണാമെന്നല്ലാണ്ട് നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മുടെ സന്തോഷം മാത്രം നോക്കിയിട്ട് കാര്യമല്ലോ, മക്കൾക്കും വേണ്ടിയിട്ട് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഷവർമ്മ വാങ്ങാൻ വന്നിരിക്കുകയാണ്. മക്കൾ നമ്മൾ പുറത്തിറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു പ്രത്യേകതയാണ്. ഷവർമ്മ വാങ്ങണം, ഷവർമ്മ വാങ്ങാൻ അങ്ങനെ ഷവർമ്മ വേണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും പറയും. അപ്പോൾ നമുക്ക് വാങ്ങി കൊടുക്കാണ്ടാവില്ലല്ലോ, നമ്മുടെ മക്കളല്ലേ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വാങ്ങാൻ കയറി. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളിതാ ഷവർമ്മ വാങ്ങാൻ നിൽക്കുകയാണ്. അത് കുറേ സമയം എടുത്തു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ആ ചേട്ടന് ദേഷ്യം വന്നു. ഇവർ ബില്ലടിച്ച് ഇന്നത് സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാങ്ങാൻ നിന്നിട്ട് ഞങ്ങളുടെ സാധനം ആയോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക. ഇവർ ഇങ്ങനെ കുറേ ടൈം നിൽക്കല്ലേ. ഇതൊക്കെ പൊട്ടയാണ് തിന്നണതെന്ന് മക്കളോട് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല കേട്ടോ. അവർക്ക് അതൊക്കെ വേണം എന്ന് പറഞ്ഞു കേട്ടോ. അത് വച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പറഞ്ഞാലൊന്നും കേൾക്കേയില്ല. അത് തിന്നണ്ട മക്കളെ എന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കില്ല. അങ്ങനെ അവർക്കുള്ള ഭക്ഷണവും വാങ്ങിയിട്ട് ഞങ്ങൾ പോയി.